ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെ ഗോമതിനെ ഒക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബാലനെ കാണാൻ വേണ്ടി ഗോമതി കടയിൽ ചെന്നത് വേറെ ഒന്നിനുമല്ല, എങ്ങനെയെങ്കിലും കടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം നമ്മുടെ ബാലനെ. അങ്ങനെ തന്റെ സങ്കടങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ പറഞ്ഞത്, നിനക്ക് സമാധാനമില്ലെങ്കിൽ നിനക്ക് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ സമാധാനം കണ്ടെത്താം, പക്ഷെ എന്റെ സമാധാനം ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കാനായിട്ട് നമ്മുടെ ഗോമതിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഗോമതി നിന്ന് കരയുകയാണ്. ഗോമതിയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് നമ്മുടെ ബാലൻ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുക, ഇതും ക്ഷമിക്കുക. ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ ഗോമതി? നിനക്ക് വേണ്ടി. നിന്റെ ഈ കണ്ണീര് എനിക്ക് കാണാൻ വയ്യാഞ്ഞിട്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക, ഞാൻ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ഗോമതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഗോമതി നമ്മുടെ ബാലനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനന്ദനാണ്. അപ്പം ആനന്ദൻ ഇങ്ങനെ എങ്ങോട്ടോ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഭാര്യ വന്നിട്ട്, അതായത് മിത്രയുടെ അമ്മ വന്നിട്ട് പറയുക, ഇപ്പോഴേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണോ, ആൾക്കാർ നമ്മളെ പരിഹസിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ എത്ര നാൾ നമ്മൾ ഇതിനകത്ത് ഒളിച്ചിരിക്കും, നമുക്ക് എത്ര നാൾ ഇതിനകത്ത് ഒളിച്ചിരിക്കാൻ കഴിയും? നമ്മുടെ മകള് ചെയ്ത തെറ്റിന് നമ്മൾ പരിഹസം വാങ്ങേണ്ടതൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ക മറുപടി തന്നെ കൊടുക്കണം. അവളോട് ചെന്ന് ആ പരിഹാസം പറയണം. അവളുടെ മുമ്പിലാ നാട്ടുകാരെ പരിഹസിക്കേണ്ടത്, അവളെയാ പരിഹസിക്കേണ്ടത് നാട്ടുകാരെ, അല്ലാതെ നമ്മളെയല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്യുതൻ ഇങ്ങ് കടന്നു വന്നപ്പോഴത്തേക്കും അച്യുതൻ പറഞ്ഞു, അല്ല ഏട്ടന് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദം പറഞ്ഞു, എന്ത് വിഷമത്തിന്റെ കാര്യം നീ പറഞ്ഞത്? വിഷമം നമുക്കെല്ലാം ഒരുപോലെ തന്നെയല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യമാണ് നിനക്ക് ചോദിക്കാനുള്ളത്? നീ ചോദിച്ചോ. ഇനിയിപ്പം പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ അച്യുതന്റെ ഭാര്യയും കൂടെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്യുതന്റെ ഭാര്യയോട് അച്യുതൻ പറഞ്ഞു, എടി, എനിക്കൊരു കാര്യം പറയാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തക്ക മറുപടി തന്നെ കൊടുക്കണം. നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം മിത്ര ചെയ്തു വെച്ചതല്ലേ. അപ്പൊ പിന്നെ അവളോട് പോയി ചോദിക്കാൻ മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ നമ്മൾ വേറൊന്നും പറയേണ്ട കാര്യമില്ല. മിത്രയോട് കാര്യങ്ങൾ പോയി ചോദിച്ചോ, ഞങ്ങൾക്കൊന്നും അറിയില്ല, അവളോട് പോയി ചോദിച്ചോ എന്ന് പറയണം. നാട്ടുകാരെ അവളോട് പോയി ചോദിക്കാൻ ചെല്ലുമ്പം അവള് പഠിച്ചോളും, അവളെ പരിഹസിക്കട്ടെ, അല്ലാതെ നമ്മളെ അല്ലല്ലോ പരിഹസിക്കേണ്ടത് എന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ പറഞ്ഞത്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്യുതൻ അല്ല കേട്ടോ, സോറി, ആനന്ദം പറഞ്ഞത്, അലോഹിന് വലിയ വിഷമമാണല്ലേ, അലോഹിന് ഭയങ്കര സങ്കടമാണല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം, സങ്കടമൊക്കെ തന്നെയാ, പിന്നെ അവന് ഒരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടെത്തണം എന്നിങ്ങനെ അച്യുതന്റെ ഭാര്യ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ആനന്ദം പറഞ്ഞു, അവന് ഒരു പെണ്ണിനെ കണ്ടെത്താലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല, നിങ്ങളുടെ മോന് ഭയങ്കര സങ്കടമാണല്ലേ ഇപ്പോഴെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിങ്ങളുടെ മോനോ? അത് നിങ്ങളുടെ മോനായിട്ടാണോ കരുതി? ഞങ്ങളുടെ മോൻ മാത്രമായിട്ടാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇവിടെ ആരുണ്ടെങ്കിലും അത് നമ്മുടെയല്ലേ, എല്ലാം നമ്മുടെയല്ലേ, അങ്ങനെയല്ലേ ഇത്രയും നാൾ നമ്മൾ കരുതിയിരിക്കുന്നത്? അലോഹ് നമ്മുടെ രണ്ടിൻ്റെയും മകനല്ലേ, അവന് ഞാനെന്നോ നീയെന്നോ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നിങ്ങനെ ആനന്ദൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അച്യുതൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അല്ല പിന്നെ എന്താ ഉദ്ദേശിച്ചത്? മിത്ര ഒരു തെറ്റ് ചെയ്തു അന്നും പറഞ്ഞുകൊണ്ട്, നിങ്ങളല്ലാതെ ആവുന്നില്ലല്ലോ. മിത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തിയിരിക്കും. അലോഹിന് ഉടനെ തന്നെ നമ്മളെ ഒരു നല്ലൊരു പെണ്ണിനെ കണ്ട് അവന്റെ വിവാഹം നമ്മൾ നടത്തി കൊടുക്കും. അവന് സങ്കടമുണ്ട് ഒരുപാട്, അവന്റെ സങ്കടത്തിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. പക്ഷേ ആ സങ്കടമൊക്കെ മാറ്റി കൊടുക്കേണ്ടത് നമ്മളായിരിക്കണം എന്നിങ്ങനെ അച്യുതനും ആനന്ദനും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ, പരസ്പരം സംസാരിക്കുകയാണ്. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രേനെയാണ്. അപ്പൊ മിത്ര ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുക. വീട്ടിൽ ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ അത്രയ്ക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഗോമതി പണ്ട് ചെയ്തതുപോലെ. അങ്ങനെ മിത്ര വെളിയിൽ ഇറങ്ങി നിന്ന് ഇവരെയൊക്കെ നോക്കുകയാണ്. ആരെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ, അച്ഛനെയോ അമ്മയോ ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശ്വാസമാണല്ലോ. അപ്പൊ നമ്മുടെ ധർമ്മം വന്നിട്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രണയം അത് എന്ന് തുടങ്ങിയതാ? അത് ഞങ്ങൾ ആരും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ മറ്റുള്ളവരറിയാതെ പ്രണയിക്കാൻ പറ്റും? കാണുമ്പോൾ കീരിയും പാമ്പുമാണ്, മനസ്സിൽ പ്രണയം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മിത്രക്കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും, ഇളയച്ചനൊന്നും മനസ്സിലാക്ക്, ഞങ്ങൾ പ്രേമിച്ചിരുന്നു, അത് ഞങ്ങൾ പരസ്പരം കണ്ടോ സംസാരിച്ചോ ഒന്നുമല്ല, ഞങ്ങൾ മനസ്സുകൾ തമ്മിൽ പ്രണയിച്ചിരുന്നു. മനസ്സുകൾ തമ്മിൽ അങ്ങനെയൊക്കെ പ്രണയിക്കാൻ പറ്റുമോ മിത്രമോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി വന്നിട്ട്, എന്താ മിത്ര നീ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇളയച്ചനും വല്ലാത്തൊരു സംശയം, ഞാനും ആര്യനും തമ്മിൽ പ്രണയിച്ചത് എപ്പോഴാണെന്നും
എങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചതെന്നും ഓഹോ ഇതുവരെ ആ സംശയം ഇളയച്ചന് മാറി കിട്ടിയില്ലേന്ന് ചോദിച്ചു നമ്മുടെ മീനാക്ഷി. അപ്പോഴത്തേക്കും ഇളയച്ചൻ പറഞ്ഞു, അതായത് ധർമ്മം പറഞ്ഞു, അത് പിന്നെ എങ്ങനെ മാറാനാ, ഇതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പ്രണയിക്കാൻ പറ്റുമോ, മറ്റുള്ളവരറിയാതെ പ്രണയിക്കുക എന്നൊക്കെ പറഞ്ഞാല്. അപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാന് ആകാശം തമ്മിലുള്ള പ്രണയം അത് ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ലല്ലോ. അതാരും അറിഞ്ഞില്ല. അതുപോലെ അതുപോലെ തന്നെ ഇത് ആരും അറിയില്ല. പ്രണയിക്കുന്നവർ തമ്മിലേ മാത്രമേ ഈ പ്രണയം അറിയത്തുള്ളൂ. ദൈവം തമ്പുരാന് പോലും ആ പ്രണയം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മനസ്സിലായോ ഇളയച്ചന്? ഇളയച്ചന് ഒരു കാര്യം ചെയ്യ, അകത്ത് കയറിപ്പോ. അല്ല മിത്രേ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് മനസ്സിലായി എനിക്ക്. വെളിയിൽ നിന്ന് ആരെങ്കിലും ഇതിലേക്കൂടെ നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കാണാല്ലേ, നിന്റെ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയല്ലേ നീ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു. ഏതായാലും നീ ഇവിടെ നിൽക്ക്, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ വരികയാണെങ്കിൽ നിനക്കൊന്ന് കാണാം. നിനക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നിനക്ക് ആശ്വാസം കിട്ടുന്നത് നല്ലതാണല്ലോ. ഏതായാലും നീ ഇവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി അങ്ങ് കയറി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്ര ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ മിത്രേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം എന്താണെന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അവര് എന്താ പറയുക, കലിയുടെ എസ്ട്രി ലെവലിൽ നിൽക്കുകയാണ്. നമ്മുടെ അച്യുതനും ആനന്ദനും ഭാര്യമാരൊക്കെ കൂടി ചേർന്ന് നമ്മുടെ മിത്രേനെ കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ചു തിന്നുന്ന അത്രയും ദേഷ്യമുണ്ട്. കാരണം അതുപോലൊരു കാര്യമാണ് മിത്ര ചെയ്തു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മിത്ര ചെയ്തു വെച്ചത് പോട്ടെ, അതിപ്പം വേറെ ആരുടെയെങ്കിലും കൂടെ ആണെങ്കിൽ ഇവർ സഹിച്ചേനെ. ആര്യനുമായിട്ട് ഒരിക്കലും ഇവർ സങ്കല്പിക്കുന്ന പോലുമില്ല. അതാണ് ഇവർക്ക് കൂടുതൽ ദേഷ്യം. അതുമല്ല, സ്വർണം എല്ലാം കൂടെ നമ്മുടെ ആര്യം കൊണ്ടുപോയെന്ന് ഇനിയിപ്പം വരും. അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാരണം സ്വർണം എല്ലാം എടുത്തോണ്ടാണ് നമ്മുടെ മിത്ര ഇറങ്ങി പോയിരിക്കുന്നത്. ആ സ്വർണം എല്ലാം ആര്യനാണല്ലോ ഇനി സ്വന്തം. അപ്പം ആര്യൻ പറഞ്ഞിട്ടാണ് അത് എടുത്തത് എന്നൊക്കെ വരും. അങ്ങനെ ആര്യനൊരു മോശക്കാരനാകും സ്വാഭാവികമായിട്ടും. അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്, അങ്ങനെ നമ്മുടെ മിത്ര അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അച്യുതനും ആനന്ദനും ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്യുതൻ പറഞ്ഞു, ദേ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നുണ്ട്, ഒത്താശ ചെയ്തവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മിത്ര അച്ഛാന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്കും അച്യുതൻ പറഞ്ഞു, ദേ മിണ്ടിപ്പോകരുത്, ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കടന്നു പോടി. എടാ ധർമ്മ, എടാ ഇവിടെ വാടാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ദാ വരുന്നു ഏട്ടാന്ന് പറഞ്ഞ് നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ധർമ്മൻ ഓടി അങ്ങ് ചെന്നു. എന്താ ഏട്ടാ എന്നിങ്ങനെ ചോദിച്ചപ്പം, എടാ അവളോട് പറയണം. എന്ത് പറയണം? എന്താ പറയേണ്ടത്? അച്ഛ ഇളയച്ച എന്നൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് അവളുടെ അവസാനമായിരിക്കും ചെന്ന് ഓതി കൊടുത്തേരെ. അവക്ക് ആ വിളി ഇനി വേണ്ട. അവളെ ഞങ്ങളൊക്കെ ഇപ്പം ദേ കാണുന്നത് വേറൊന്നും ആയിട്ടുമല്ല, വെറും ശവമായിട്ടാണ്. ഞങ്ങളുടെ മകള് ചത്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞപ്പം എന്താ ഏട്ടാ ഈ പറയുന്നത്? ദേ നീ മിണ്ടിപ്പോകരുത്. അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞങ്ങൾ ശവമാക്കും. അല്ല, എങ്ങനെ ശവമാക്കുന്നത്? വെട്ടിക്കൊല്ലുവോ അതോ കത്തിക്കുവോ? അതൊക്കെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. പിന്നെ കുറച്ച് സ്വർണം ഉണ്ടല്ലോ, ആ സ്വർണം തിരികെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞേക്കണം. ഏട്ട കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വർണമാ, അതില് അവക്ക് യാതൊരു അവകാശവും ഇല്ല. അതുകൊണ്ട് മുഴുവൻ സ്വർണവും അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. പറയാട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മനും അങ്ങ് പോയി. അതുപോലെ അച്യുതനും ആനന്ദനും വണ്ടി കയറി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ മിത്രേനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ധർമ്മം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷി ചോദിച്ചു, അല്ല മിത്രയുടെ അച്ഛനും ഇളയച്ചനും ഒക്കെ ഭയങ്കര ദേഷ്യത്തിനാണല്ലേ? ദേഷ്യത്തിലാണോന്നോ? ഒരു ദേഷ്യത്തിലും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് അവരുടെ അതേ അഭിപ്രായം തന്നെയാ. ദേ എനിക്ക് ഒരു കാര്യം പറയട്ടെ, ഞാൻ മിത്ര നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ ആഭരണം കൂടെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ആ കാര്യത്തില് എനിക്ക് നിന്നോട് സത്യത്തിലെ മതിപ്പ് കുറഞ്ഞു. അത് പിന്നെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മാമ, അതൊക്കെ പറഞ്ഞ് മിത്രനെ വിഷമിപ്പിക്കാതെ എന്നിങ്ങനെ മീനാക്ഷി പറഞ്ഞപ്പോ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ അച്യുതനും ആനന്ദനും പറഞ്ഞത് ഫുള്ളും മിത്ര കേട്ടില്ല കേട്ടോ. കാരണം ശവമാക്കുന്നും കൊല്ലുന്നും ഒക്കെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ലേ. കാരണം അത് രഹസ്യമായിട്ടല്ല, ധർമ്മനെ അടുത്ത് വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഏതായാലും ധർമ്മം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്ര പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. കഴുത്തിൽ ഈ താലി പൊട്ടിക്കാനോ അഴിച്ചു മാറ്റാനുള്ള ശക്തി എനിക്ക് കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞ് ഞാൻ പോയേനെ. അതങ്ങനെയാ മോളെ, അത് ഇത്ര എളുപ്പത്തില് പൊട്ടിച്ച് എറിയാനൊന്നും പറ്റിയ സംഭവമല്ല. ഇതൊക്കെ നമുക്ക് ദൈവം തരുന്ന. പിന്നെ ജീവിതം തുടങ്ങി കുറച്ച് ദിവസം ആയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. പിന്നെ അന്നേരവും നിനക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിച്ചാൽ പോരെ. ഇപ്പം ആലോചിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ സമാധാനിപ്പിക്കാം. ഏതായാലും മീനാക്ഷിയുടെ വാക്കുകൾ നമ്മുടെ മിത്രയ്ക്കും അതുപോലെ തന്നെ ഗോമതിക്കൊക്കെ വലിയൊരു ആശ്വാസമല്ലേ. കാരണം അതുപോലെ ഒരു ബോണ്ടായ ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ മീനാക്ഷി പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന ആ ഒരു മനോധൈര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം തന്നെയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ അച്യുതനും ആനന്ദനും ചെന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗോമതിയും ബാലനും കൂടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, അവര് നേരെ എങ്ങോട്ടേക്കോ പോയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം ഇവരെ കണ്ട ഉടനെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, നമ്മളൊക്കെ അവരെന്തൊക്കെ പറഞ്ഞാലും അത് കേട്ട് നിൽക്കാനുള്ള ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവരെന്തെങ്കിലും പറയട്ടെ, നമുക്ക് അതൊക്കെ കേട്ട് നിൽക്കാം, അല്ലാതെ വേറൊന്നും ഇനി പറയാൻ പോകണ്ട എന്ന് ഗോമതിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദനെ വീണ്ടും കാണിക്കും. അപ്പൊ ആനന്ദൻ പറയുക, ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് മറക്കുമെന്ന് അവൻ കരുതിയിരിക്കുന്നത്. ഏതായാലും മറക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇല്ല, മറക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ നമ്മുടെ അച്യുതൻ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ ഇവരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട്, അതെ, മോനെ കൊണ്ട് കട്ടടിപ്പിച്ച സ്വർണം അത് തിരിച്ച് ഞങ്ങൾക്ക് തന്നെ തന്നേക്കണം. സത്യവും ധർമ്മവും കുപ്പിയിൽ നിറച്ചു വെച്ച് വിൽക്കാൻ വെച്ചേക്കുമല്ലേ, വഴിവിട്ടൊന്നും ചെയ്യില്ലല്ലോ. ഹരിചന്ദ്രൻ ഹരിചന്ദ്രനോ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ദേ ഇവിടെ ബാലനെ ഉള്ളെന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. വല്ലവനും അധ്വാനിച്ച പൊന്നും പണവും അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് നാണമില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, മതി, ആര് സ്വർണം മോഷ്ടിച്ചു എന്നാ പറഞ്ഞത്, അറിയാത്ത കാര്യം പറയരുത്. ഞങ്ങൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, ഇവനെ സ്വന്തം മോനായി കരുതിയ വലിയൊരു മനുഷ്യന്റെ മകള്, അവളെ മോഷ്ടിച്ചെടുത്തതാ ഇവന്, പിന്നെയല്ലേ സ്വർണം മോഷ്ടിക്കാൻ മടിക്കുന്നത്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പലതും പറഞ്ഞോ, സ്വർണം മോഷ്ടിച്ചത് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയും, പിന്നെ ആരാ മോഷ്ടിച്ചത്, ആര് സ്വർണം മോഷ്ടിച്ചതെന്നാ നിങ്ങളീ പറയുന്നത്? എന്റെ മകൾക്ക് ഞാൻ കരുതി വെച്ച സ്വർണം മുഴുവനും നിന്റെ മകനല്ലേ കൊണ്ടുപോയത്, നിങ്ങളുടെ മകൻ. അപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദൻ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് ബഹുമാനം തോന്നിയിരുന്നു ബാല നിന്നോട്. കാരണം വേറൊന്നുമല്ല, അന്ന് ഞങ്ങളുടെ കല്യാണ വീട്ടില് നീ വന്ന് ഞങ്ങളെല്ലാം സമാധാനിപ്പിച്ചുവല്ലോ, ആ ഒരു സമയത്ത് കുറച്ച് ആശ്വാസമൊക്കെ പകർന്നു തന്നുവല്ലോ, ആ സമയത്ത് കുറച്ച് നിന്നോട് ബഹുമാനവും ഒരു സ്നേഹവും എന്തൊക്കെയോ തോന്നിയിരുന്നു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ടാ അതെല്ലാം തച്ചുടച്ചത് നീ. അതൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളായിരുന്നു. പക്ഷേ പിന്നെയല്ലേ മനസ്സിലാക്കിയത് അത് തന്റെ സൂത്ര ബുദ്ധിയായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി പറഞ്ഞു, അല്ല, ഒരിക്കലും അല്ല, ബാലേട്ടൻ ഒന്നും അറിഞ്ഞിരുന്നില്ല, ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല, ബാക്കിയെല്ലാം അറിഞ്ഞത് പിന്നെയാ. അതുമല്ല, മറ്റുള്ളവരുടെ ഒരു പൈസ പോലും ആഗ്രഹിക്കുന്ന ആളല്ല എന്റെ ബാലേട്ടൻ. ഒരു പൈസ ആഗ്രഹിക്കില്ല, ഇതിപ്പോ 100 പവനല്ലേ, 100 പവൻ, കൈ നിറച്ചു രൂപയും വിട്ടുകളയുമോ ബാലൻ? ബാലന്റെ പൈസയുടെ ആർത്തിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇത് നിന്റെ ആർത്തിയാണോ അതോ നീ പകരം വീട്ടിയതാണോ? ഇവളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ പകരം വീട്ടൽ അതായിരിക്കുമല്ലേ നീ ചെയ്തത്? പറയടാ, ഉത്തരം പറയാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരൊറ്റ അടി കൊടുക്കാൻ വേണ്ടി കൈ ഓങ്ങിയത് നമ്മുടെ ഗോമതി കയറി കയ്യിൽ അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, തൊട്ടു പോകരുത്, എന്റെ ബാലേട്ടനെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആനന്ദം പറഞ്ഞു, അച്യുതാ വിട്ടേക്ക്, വെറുതെ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അച്യുതൻ പറഞ്ഞു, ഇവരെ നമ്മുടെ ശത്രുവല്ല, നമുക്ക് ശത്രുവാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശത്രു ആകണമെങ്കിൽ അതിനും വേണം ഒരു മിനിമം യോഗ്യത, അതിനു പോലും യോഗ്യത ഇല്ലാത്തവരാ രണ്ടുപേരും, വിട്ടേക്കടാ ബാടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി പറഞ്ഞു, ഓ വിട്ടേക്കടാന്ന് പറഞ്ഞ അങ്ങനെ ഔദാര്യം ഒന്നും കാണിക്കണ്ട, ഒന്ന് തൊട്ടു നോക്ക. അല്ല, തൊട്ടാ നീ എന്ത് ചെയ്യും? അത് മുൻകൂട്ടി പറയേണ്ട കാര്യമല്ലല്ലോ, അത് തൊടുമ്പോ അറിയാം എന്ത് ചെയ്യും എന്ത് ചെയ്യൂല എന്ന്. ഓഹോ, നീ വെല്ലുവിളിക്കാണോ? അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ആനന്ദം പറഞ്ഞു, വേണ്ട അച്യുതാ, വേണ്ട, നമുക്ക് ഇതിനൊന്നും നിൽക്കണ്ട. ഇല്ല ഏട്ടാ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അപ്പം ഗോമതി പറഞ്ഞു, ഓ വെറുതെ വിട്ടാൽ ശരിയാവില്ല, പിന്നെ അങ്ങ് കൈ അങ്ങോട്ടെടുത്ത് പൊക്കിയുമ്പോൾ മറ്റുള്ളവരെ മെക്കിട്ട് കയറാൻ ഇങ്ങനെ വലിയ ചക്രവർത്തിയല്ലേ, ഒന്ന് പോ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു നമ്മുടെ ഗോമതി. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ പറഞ്ഞു, ഗോമതി നീ മിണ്ടാതിരിക്കുക, ഇവരെന്നെ ചതിയനെന്തോ വഞ്ചകനെന്നോ ഒക്കെ വിളിക്കും, സ്വന്തം ഞാനായിട്ടെല്ലാം കട്ടെടുപ്പിച്ചാന്നൊക്കെ പറയും, മിത്രനെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആര്യനെ കൊണ്ട് ചെയ്യിച്ചാന്നൊക്കെ ഇവർ പറയും. അതൊക്കെ കേൾക്കാനുള്ള ആ ഒരു ഇതേ എനിക്കുള്ളൂ. കാരണം എൻ്റെ മകൻ അതാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തു പറഞ്ഞാലും കമാന്നൊരു അക്ഷരം മിണ്ടാൻ പാടില്ല. അവര് പറയുന്നത് ശരിയാ, അവരുടെ സ്വർണം തിരിച്ചു കൊടുക്കാന് ഉള്ള ബാധ്യത നമുക്കുണ്ട്. ഇപ്പൊ രക്ഷപ്പെടാനല്ലേടാ ബാല നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ കൂടുതൽ ന്യായീകരണം ഒന്നും പറയണ്ട. സ്വർണം വീട്ടിലെത്തിയിരിക്കണം, ഇത് ഭീഷണിയാണെന്ന് തന്നെ വെച്ചോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ 100 പവനും പൈസയും കിട്ടിയിരിക്കണം. അപ്പം അച്യുതൻ പറഞ്ഞു, എടാ ബാല, അവിടെയും ഒരു മോളുള്ള കാര്യം നീ മറക്കരുത്, അത് നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അനന്തനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വണ്ടി കയറി കേട്ടോ. ഏതായാലും നമ്മുടെ ബാലനും ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ്. ബാലൻ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തി നിൽക്കുകയാണെന്ന് പറയാം. കാരണം വേറൊന്നുമല്ല, തന്റെ മകൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് നമ്മുടെ ബാലൻ അറിയാം. ബാലന് ഒരു നിസ്സഹായ അവസ്ഥയിലാണുള്ളത്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോമതിക്ക് വല്ലാത്ത സങ്കടവും.
എന്നിട്ട് നേരെ ബാലനും ഗോമതിയും കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ബാലൻ കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗോമതി തടയാണ്. ഇപ്പം പോകണ്ട, ഇന്നലെ വല്ലാത്ത ക്ഷീണം അല്ലായിരുന്നോ, കുറച്ച് വിശ്രമിച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പം എന്ത് വിശ്രമിക്കാന്, ഇനി ഈ ബാലനൊരു വിശ്രമമൊന്നുമില്ല, എനിക്ക് ആര്യനെ ഇപ്പൊ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനെ വിളിച്ചപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു വേണ്ട, അവനോടൊന്നും പറയണ്ട, ഇനി അവനോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പം എനിക്ക് പറയാനുള്ളത് എനിക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ആര്യനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പല സ്വപ്നങ്ങളും കണ്ടു, അത് സ്വപ്നം മാത്രമാണെന്ന് ഞാൻ കരുതിക്കോളാം, ഇനി നിന്റെ വിവാഹത്തെക്കുറിച്ചോ വിവാഹം എങ്ങനെ നടന്നതിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷേ ഞാനിപ്പോ ഒരു കള്ളനാ, സ്വർണ്ണക്കള്ളൻ. അത് അച്യുതന്റെയും ആനന്ദന്റെയും മുന്നിൽ മാത്രമല്ല, ഈ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ ഒരു സ്വർണ്ണക്കള്ളൻ. അത് അവര് പറയുകയും ചെയ്തു. അല്ല, നാട്ടുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരവുമുണ്ട്. എനിക്ക് അങ്ങനെ സ്വർണ്ണക്കള്ളനാകാൻ കഴിയില്ല. അതുമല്ല, നീ സ്വർണ്ണമെല്ലാം എടുത്തോണ്ട് മുങ്ങുകയും ചെയ്തു, ഇവളെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ബാലൻ പറഞ്ഞു വേണ്ട, നീ ഒന്നും പറയണ്ട, ഞാൻ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ആ ഒരു ഭാവമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാവരും കാത്തിരിക്കാം. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.